നിങ്ങൾ ജ്വല്ലറി ഷോപ്പിൽ പോയിട്ട് സ്വർണം വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ 5 കാര്യങ്ങൾ സെയിൽസ് സ്റ്റാഫിന്റെ അടുത്ത് ചോദിച്ചിരിക്കണം. വീഡിയോ മുന്നോട്ട് കണ്ടോളൂ, സ്കിപ്പ് ചെയ്യണ്ട. ഹായ് ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ശ്രീജിത്ത് ജ്വല്ലറി ഡിസൈനർ. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്വർണ്ണാഭരണത്തിന്റെ പ്യൂരിറ്റി എന്താണെന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ 916 ആണ്, 22 ക്യാരറ്റ് ആണെന്നൊക്കെ സെയിൽസ് സ്റ്റാഫ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജ്വല്ലറി ആഭരണത്തിനകത്ത് 916 എന്ന ലേബൽ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. ഇപ്പോൾ 916 മാർക്കിംഗ് ഇല്ലെങ്കിൽ നിങ്ങൾ അത് വാങ്ങാൻ നിൽക്കണ്ട. ഇനി അത് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. ഇനി രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ അതിനകത്ത് BIS ഹോൾ മാർക്കിംഗ് ഉണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് സെയിൽസ് സ്റ്റാഫിനോട് ചോദിച്ച് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ വാങ്ങുന്ന സ്വർണ്ണത്തിനകത്ത് BIS ഹോൾ മാർക്കിംഗ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഫൈൻ ഇട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇന്ത്യയുടെ പുതിയ റൂൾ അനുസരിച്ചിട്ട് എല്ലാ ജ്വല്ലറി ആഭരണങ്ങളുടെ അകത്തും ഇപ്പോൾ BIS ഹോൾ മാർക്കിംഗ് നിർബന്ധമാണ്. ചിലപ്പോൾ അവർ നിങ്ങളോട് പറയും ഞങ്ങൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ജ്വല്ലറി എന്നൊക്കെ, പക്ഷേ നിങ്ങൾ അത് വാങ്ങിക്കാൻ നിൽക്കണം. ഇനി ചോദിക്കേണ്ട മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾ വാങ്ങിക്കുന്ന സ്വർണ്ണാഭരണത്തിന്റെ ബാർകോഡ് വെയിറ്റ് അല്ലാതെ മെഷീനിലിട്ട് അതിന്റെ കൃത്യമായിട്ടുള്ള വെയിറ്റ് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. കാരണം സ്റ്റോൺ ഉള്ള ജ്വല്ലറി ആഭരണങ്ങൾ ഉണ്ടായിരിക്കും, സ്റ്റോൺ ഇല്ലാത്ത ജ്വല്ലറി ആഭരണങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ സ്റ്റോണിന്റെ വെയിറ്റ് മാറ്റി വെച്ചിട്ട് സ്വർണ്ണത്തിന്റെ വെയിറ്റ് എത്രയുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുക. അപ്പോൾ സ്വർണ്ണം വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ ഈ 4 കാര്യങ്ങൾ കൃത്യമായിട്ട് സെയിൽസ് സ്റ്റാഫിനടുത്ത് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഗോൾഡ്, ഡയമണ്ട്, ജ്വല്ലറി ഇൻഡസ്ട്രി പരമായിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഫൈൽ ഒന്ന് കയറി ചെക്ക് ചെയ്യുക.